ഇസ്രയേലിൽ തുടരുന്ന ഇന്ത്യൻ പൗരന്മാർ ഉടൻ തന്നെ നാടുവിടണമെന്ന മുന്നറിയിപ്പിന് പിന്നാലെ ഇപ്പോൾ അതീവ ജാഗ്രത നിർദ്ദേശമാണ് ഇപ്പോൾ പൗരന്മാർക്ക് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ അധികൃതരും സുരക്ഷാ ഉദ്യോഗസ്ഥരും നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കർശനമായി തന്നെ പാലിക്കണമെന്നും എപ്പോഴും തന്നെ കരുതിയിരിക്കണമെന്നും ഇന്ത്യ പുറപ്പെടുവിച്ച അറിയിപ്പിലൂടെ വ്യക്തമാക്കുകയാണ്. പുതുക്കിയ നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യക്തമായ ചില കാര്യങ്ങൾ അവർ ആ ഒരു വെബ്സൈറ്റിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നിശ്ചയിക്കപ്പെട്ട ഷെൽട്ടറുകൾക്ക് എല്ലാവരും തുടരണമെന്നും താമസ സ്ഥലത്തോ അല്ലെങ്കിൽ അടുത്തുള്ള സുരക്ഷിത ഇടങ്ങളിലേക്ക് തന്നെ അറിഞ്ഞ സ്ഥലങ്ങളിലേക്ക് തന്നെ മാറി താമസിക്കണം, അല്ലെങ്കിൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം എന്നതാണ് ഇപ്പോൾ ഈ ഒരു അറിയിപ്പിൽ പറയുന്നത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ തന്നെ ഇസ്രായേലിനുള്ളിൽ തന്നെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുകയും ചെയ്യണം. അതേസമയം ഖത്തറിലെ ജനങ്ങളോട് ഷെൽട്ടറിലേക്ക് മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൊബൈൽ ഫോണുകളിൽ മുന്നറിയിപ്പ് സന്ദേശം നൽകിയതായും വ്യക്തമാക്കുന്നു. മാത്രമല്ല കുവൈറ്റിൽ അവിടെ സൈറനുകൾ മുഴങ്ങിയതായും വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടന്നതായും വ്യക്തമാക്കുന്നു. പ്രാദേശിക വാർത്തകളും ഔദ്യോഗിക അറിയിപ്പുകളും അടിയന്തര ജാഗ്രതാ നിർദ്ദേശങ്ങളും കൃത്യമായി തന്നെ നിരീക്ഷിക്കണം. അടിയന്തര സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ടെൽ അവീവിലെ ഇന്ത്യൻ എംബസിയുമായി തന്നെ ബന്ധപ്പെടാമെന്നും ഈ അറിയിപ്പിലൂടെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ആദ്യ തരംഗം വിക്ഷേപിച്ചുകൊണ്ടാണ് ഇറാൻ പ്രതികരിച്ചതെന്നതാണ് ഇറാന്റെ ഒരു ഏജൻസി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ UAE അബുദാബിയിലും ബഹ്റിനിലും ഖത്തറിലും അടക്കം US സൈനിക താവളങ്ങളിൽ ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നു. ബഹ്റിനിലെ ജുഫൈർ മേഖലയിലെ US നാവിക താവളത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആണവ ചർച്ചകളെ ചൊല്ലി സംഘർഷം രൂക്ഷമായിരിക്കെ തന്നെ US സഹായത്തോടെ തന്നെ ഇസ്രായേൽ ഇറാന്റെ തലസ്ഥാനത്ത് ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണത്തിന് പിന്നാലെ തന്നെ ഇറാൻ തിരിച്ചടിക്കുകയും ഇസ്രായേലിന് നേരെ ഇറാന്റെ മിസൈലുകൾ അവിടെ വിക്ഷേപിച്ചതായി തന്നെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈലുകൾ ഇസ്രായേലിന് നേരെ വരുന്നത് അവിടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും ഇതിനെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അപായ സൈറനുകൾ മുഴങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. അബുദാബിയിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടതായി തന്നെ UAE ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ ഓഫീസുകൾക്ക് സമീപമായിരുന്നു ആദ്യ ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ട്. ആക്രമണം നടന്നപ്പോൾ ഖൊമൈനി ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെ ഇപ്പോൾ സുരക്ഷിതമായ താവളങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് ഇറാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നത്. US-ഉമായുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നതിനെ തുടർന്ന് കുറച്ച് ദിവസങ്ങളായി തന്നെ അദ്ദേഹത്തെ പൊതുവേദികളിൽ കാണാൻ സാധിച്ചിരുന്നില്ല. ഇറാന്റെ ആണവ പദ്ധതിയിൽ ഒരു കരാറിലേക്ക് എത്താൻ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയതായി തന്നെ മേഖലയിൽ വൻതോതിൽ യുദ്ധ വിമാനങ്ങളും അതേപോലെ തന്നെ പടക്കോപ്പുകളും US വിന്യസിപ്പിച്ചിരുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.